ഇദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച രണ്ട് പേർ, ആ പേര് ഞാനിപ്പോൾ പറയുക എന്ന് പറഞ്ഞിട്ട്, ഫസ്മിന സാക്കിനെ അറിയാത്ത മലയാളികൾ ഉണ്ടോ? അത്രയും നല്ലൊരു ഇൻഫ്ലുവൻസർ ആണ് അല്ലെ. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ എനിക്ക് ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഒരു ചാനലിൽ ഇൻ്റർവ്യൂ ആണ്. അതായത് പുള്ളിക്കാരത്തിയുടെ എക്സ് റിലേഷൻഷിപ്പുമായിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂ സെക്ഷൻ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യം, ഭയങ്കര സുന്ദരിയായുള്ളൊരു താത്തക്കുട്ടി. ഭയങ്കര ഫീച്ചേഴ്സ് ആണ് അല്ലേ, ഫേഷ്യൽ ഫീച്ചേഴ്സ്, കണ്ണാണെങ്കിലും ഡിംപിൾസ് ഒക്കെ ആണെങ്കിലും ആ ഫേഷ്യൽ സ്ട്രക്ചർ ഒക്കെ ആണെങ്കിലും മറ്റേതോ രാജ്യക്കാരത്തെ പെൺകുട്ടിയാണോ ഇതെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള സുന്ദരിക്കുട്ടിയായ ഒരു പെൺകുട്ടി അല്ലേ, മിടുക്കിയാണ്. അപ്പോൾ പിന്നീട് ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലായി, ഇൻഫ്ലുവൻസർ ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലായി. അപ്പം ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് ആയിരുന്നു. പിന്നീട് അത് ബ്രേക്കപ്പ് ആവുന്നു. അത് കഴിഞ്ഞപ്പം ആ ഒരു സംഭവം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ആയി. അതിനുശേഷം ഈ പെൺകുട്ടിയുടെ ഷോർട്സ് വീഡിയോസ് ആണെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഡിപ്രഷനിലാണ് ആൾക്കത് ആ ഒരു ഹാർട്ട് ബ്രേക്ക് താങ്ങാൻ പറ്റുന്നില്ല, ആ ഒരു വെയിലാണെന്ന് നമുക്കൊക്കെ മനസ്സിലാവും. അധികം താമസിക്കാതെ തന്നെ മനസ്സിലായി. മറ്റൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അത് കല്യാണത്തിലേക്ക് തന്നെ ചെന്നെത്തുകയും ചെയ്തു. അതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രശ്നത്തിനിടയ്ക്ക് ഭയങ്കര ബോൾഡായിട്ട് ഈ പെൺകുട്ടി നിന്നു എന്നുള്ളതാണ്. ചില ഫോൺ കോൾസ് ഒക്കെ, അതായത് ഒരുപാട് യൂട്യൂബേഴ്സ് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ കോൾസിലൊക്കെ ധൈര്യപൂർവ്വം പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ഇനി എന്തൊക്കെ ചെയ്താലും ഞാൻ അവനെ പുറത്തിറക്കും. ഇതൊരു കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് പെൺകുട്ടി പറഞ്ഞതാണ്. അപ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നി. കാരണം സ്നേഹിക്കുന്നവർക്ക് എന്ത് വില കൊടുത്തും അവരെ രക്ഷിക്കും, അല്ലെങ്കിൽ അവരോടൊപ്പം തന്നെ നിൽക്കും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് റെസ്പെക്ട് തോന്നുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ. പിന്നീട് അവരുടെ കല്യാണമായി കഴിഞ്ഞപ്പോൾ കൗതുകമായി. അതിനുശേഷം ഇടുന്ന എല്ലാ വീഡിയോസും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, ഫസ്മിന സാക്കിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ എന്നറിയത്തില്ല. എന്നെ അത് ഭയങ്കരമായി അത്ഭുതപ്പെടുത്തുകയും അറ്റ് ദ സെയിം ടൈം എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നുകയും ചെയ്തു ആ ഒരു വ്യക്തിത്വത്തിനോട്. കാരണം ഫസ്മിന സാക്കിർ എന്ന് പറയുന്ന പെൺകുട്ടി പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിയാണ്. പക്ഷേ അവൾ കല്യാണത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു, അതായത് മോശമായിട്ടുള്ള രീതി എന്ന് ആരും നമ്മൾ ഈ സാഹചര്യങ്ങളെ രണ്ടായി തിരിക്കുമ്പോൾ മോശം നല്ലത് ഇത് മാത്രമല്ല ഉള്ളത് കേട്ടോ. അതായത് ഒരുപാട് സുഹൃത്ത് വലയങ്ങളുള്ള, അവളുടെ പ്രായത്തിനനുസരിച്ച് അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടി. പക്ഷെ കല്യാണത്തിന് ശേഷം അവൾക്കുണ്ടായ ഒരു മാറ്റം, അതായത് മറ്റാരും പുഷ് ചെയ്തുണ്ടാക്കുന്ന മാറ്റമല്ല, അവൾ സ്വന്തമായി തീരുമാനിച്ച്, അതായത് നേരത്തെ പണ്ടെപ്പോഴും അവൾ തീരുമാനിച്ചിട്ടുണ്ടാവും കല്യാണത്തിന് മുമ്പ് ഞാൻ അടിച്ചു പൊളിച്ചൊക്കെ നടന്നാലും കല്യാണം കഴിഞ്ഞാൽ ഞാൻ വേറൊരു വ്യക്തിയായിരിക്കും. എക്സാക്ട്ലി നമുക്ക് അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള മാറ്റമായിരുന്നു. കാരണം സുഹൃത്തുക്കളും, അതായത് ആ സുഹൃത്ത് വലയങ്ങളും, അതായത് അവളുടെ ആ ഡ്രസ്സിങ് സ്റ്റൈല് പോലും മാറി അവൾ വിശ്വസിക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയെ റെസ്പെക്ട് ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയിലേക്കുള്ളൊരു മാറ്റം, അത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള അത്ഭുതവും ഭയങ്കരമായിട്ട് ആ പെൺകുട്ടിയോടൊരു റെസ്പെക്റ്റും തോന്നിയ കാര്യമാണ് ഇപ്പോഴും ഞാൻ സംസാരിക്കുന്ന സമയം വരെയും കേട്ടോ. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ, ഇതൊരിക്കലും അതായത് ഒരു ഡിസ്ക്ലൈമർ പോലെ പറയുകയാണ്, നെഗറ്റീവ് റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ. കല്യാണത്തിന് ശേഷം അവർക്ക് ഒരുപാട് ഷോർട്സ് അവരുടെ ചാനൽ വരുന്നുണ്ട്. 3-4 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. Q&A ഒക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. ഞാൻ മെനക്കിട്ടിരുന്ന് കാണുമായിരുന്നു കേട്ടോ. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ ലവ് സ്റ്റോറി പറയുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്നലെയാണ് കണ്ടത്. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഒന്ന് പറയണമെന്ന് തോന്നി. ആ ഒരു Q&A സെക്ഷൻ അത് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കണം തോന്നി. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഫസ്മിന സാക്കിറിനെ കുറിച്ച് അല്ല, എല്ലാ പെൺകുട്ടികൾക്കും സംഭവിക്കാവുന്ന, അവർ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ഇതിൽ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് ഒരു നെഗറ്റീവ് റിയാക്ഷൻ വീഡിയോ അല്ല എന്നുള്ളത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ആദ്യത്തെ റിലേഷൻഷിപ്പും അതിൻ്റെ ബ്രേക്കപ്പും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിപ്രഷൻ്റെ അങ്ങേ അറ്റം ലെവലിൽ ജീവിച്ചൊരു പെൺകുട്ടിയാണ് കുറച്ച് നാളുകൾ അല്ലേ, 1-2 മാസം. അവൾ 1-2 മാസം എന്ന് നമ്മൾ പറയുമ്പോൾ 60 ദിവസമേ ഉള്ളൂ എന്ന് ആരും കാണരുത്. അത് ഓരോ മനുഷ്യൻ്റെ സാഹചര്യം അനുസരിച്ച് ഓരോ മനുഷ്യനും, അതായത് എല്ലാവർക്കും ദിവസങ്ങളൊക്കെ ഈക്വലാണ്, 24 hours എല്ലാവർക്കും ഒന്നല്ലേ. പക്ഷേ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് അത് അവനവൻ്റെ ഉള്ളിൽ ലെങ്ത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. വളരെ ഹാപ്പിനെസ് ആയിട്ട് നമ്മൾ മറ്റൊരു സ്ഥലത്ത് വളരെ സന്തോഷത്തോടു കൂടി ഒരു ട്രാവൽ ട്രിപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ദിവസം തീരുന്നത് അറിയത്തേയില്ലല്ലേ. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇതുപോലെ സങ്കടപ്പെട്ട് ഒറ്റപ്പെട്ടുള്ള നിമിഷങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ദിവസം അങ്ങോട്ട് തീർക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമേ അല്ല. അപ്പോൾ അതാ പറയുന്നത്, ഓരോ മനുഷ്യൻ്റെയും മാനസികാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ദിവസങ്ങളുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി 3-4 മാസങ്ങൾ ഡിപ്രഷൻ സ്റ്റേജിലാണ് എന്ന് അവൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂവിൽ, ആ ഒരു ലവ് സ്റ്റോറി
ആ സെഗ്മെന്റിൽ പറയുന്നുണ്ട്. ആദ്യത്തെ റിലേഷൻഷിപ്പിലാണെങ്കിലും പുള്ളിക്കാരത്തി ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും അതിലുപരി ആ ഒരു വ്യക്തിയെ മാത്രമായിരിക്കും എൻ്റെ ജീവിത പങ്കാളി എന്ന് ഉറപ്പിച്ച് നിഷ്കളങ്കതയോടുകൂടി സത്യസന്ധമായി സ്നേഹിച്ചു. പക്ഷേ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ, കാരണങ്ങളൊന്നും നമുക്കറിയത്തില്ല, നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനൊന്നും പറ്റത്തില്ല, ഇവർക്ക് ഒത്തുപോകാൻ പറ്റാത്ത ഏതോ ഒരു സാഹചര്യത്തിൽ ആ ഒരു റിലേഷൻ അവർക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നപ്പോൾ ഫസ്മിന സാക്കിർ ബ്രേക്കപ്പ് ആകുന്നു. അവൾക്ക് അത് താങ്ങാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കടന്നുപോയി. അപ്പോൾ ഈ പ്രണയബന്ധങ്ങൾ തകർന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത എന്തുവാ എന്ന് വെച്ചാൽ, സവിശേഷത എന്താന്ന് വെച്ചാൽ, ഒട്ടുമിക്ക നമ്മുടെ ജീവിതത്തിൽ മറ്റെന്ത് കാര്യങ്ങളും നമ്മൾ ഡിപ്രഷനിലായിരിക്കുവാണെങ്കിൽ നമ്മുടെ പാരൻസിന്, മാതാപിതാക്കൾക്ക്, സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ സഹോദരങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നമ്മളെ ഒന്ന് റിക്കവർ ആക്കാൻ പറ്റും അല്ലേ. പക്ഷേ ഈ പ്രണയബന്ധം തകർന്നു കഴിഞ്ഞാലുണ്ടല്ലോ, മാതാപിതാക്കൾക്ക് ഒരു ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ് കേട്ടോ. മാതാപിതാക്കൾക്ക് മാത്രമല്ല, സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ പോലും എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചാൽ പോലും അനക്കാൻ പോലും പറ്റാത്ത അത്ര വലിയൊരു കല്ല് ഹൃദയത്തിൽ വെച്ചതുപോലെ ആയിരിക്കും. അപ്പോൾ ഇതിന് എന്താണ് പ്രതിവിധി എന്ന് വെച്ചാൽ, മിക്ക പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ ആൺകുട്ടികൾക്കും ഒരു റീപ്ലേസ്മെന്റ് ആണ് അവരൊരു ഓപ്ഷൻ ആയിട്ട് വെക്കുന്നത്. അതായത് തകർന്ന് അങ്ങേയറ്റം ഇവർക്കിനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സ്റ്റേജ് വരുമ്പോൾ ആ തകർന്നു പോയ റിലേഷൻഷിപ്പിന് പകരം ഒരു റീപ്ലേസ്മെന്റ്, മറ്റൊരു റിലേഷൻഷിപ്പ് ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവർ ഒരു പകുതി ആശ്വാസം ലഭിക്കും. പകുതി മാത്രം കേട്ടോ. അതായത് രണ്ടാമതൊരു റിലേഷൻഷിപ്പിലേക്ക് ഇവരാകുമ്പോഴും ആദ്യത്തെ ആ ഒരു പെയിൻ ഇവരെ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവരുടെ ലൈഫ് ടൈം ഇത് മാറണമെന്നില്ല, മാറുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ കുറച്ച് നാളത്തേക്ക് ഇത് ഇവരുടെ കൂടെ തന്നെ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അപ്പോൾ ഇവർ ചൂസ് ചെയ്യുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, റീപ്ലേസ്മെന്റ്, അപ്പം ആ ഒരു റീപ്ലേസ്മെന്റ് ഇവർ ചിന്തിക്കാതെ ചെയ്യും പല കാര്യങ്ങളും. ഇവരുടെ മുന്നിൽ നിൽക്കുന്ന ആരാണോ ഇവരെ ഒന്ന് സ്നേഹത്തോടെ ചിലപ്പോൾ സംസാരിച്ചെന്ന് വരും, അല്ലെങ്കിൽ ചിരിച്ചെന്ന് വരും, അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് അധികമായി കാട്ടിയെന്ന് വരുമ്പോൾ ഇവർ ചിന്തിക്കും മറ്റതിന് പകരമായിട്ട് ഒരു റിലേഷൻ. അതായത് ഇവർ മനസ്സുകൊണ്ട് ആ ഇട്ടുപോയ ആൾക്ക് പകരം ഒരാളെ തേടിക്കൊണ്ടിരിക്കുകയായിരിക്കും. കാരണം അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഒരു സ്നേഹമാണെങ്കിലും അല്ലെങ്കിൽ അവളിൽ നിന്ന് കിട്ടിയ സ്നേഹമാണെങ്കിലും ഒരു സമാധാനമാണെങ്കിലും മറ്റൊരിടത്തു നിന്ന് ഇവർക്ക് കിട്ടാൻ ഇടയില്ല. അപ്പോൾ അതിന് പകരമായിട്ട് അവർ ഒരു റീപ്ലേസ്മെന്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പെട്ടെന്നുള്ള എടുത്തുചാട്ടത്തിൽ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് ഇവർ കടന്നു ചെല്ലും. അതിൻ്റെ വരും വരായികളോ അതിൻ്റെ ഭവിഷ്യത്തുകളോ ഒന്നും ഇവർ ചിന്തിക്കത്തില്ല. അപ്പോൾ ഇവരുടെ ഈ ഒരു Q&A സെക്ഷൻ അല്ലെങ്കിൽ ലവ് സ്റ്റോറി ആ ഒരു സെഗ്മെന്റിൽ പലയിടത്തും ഈ പെൺകുട്ടി നിസ്സഹായായിട്ട് ഇരിക്കുന്നത് കണ്ടു. നിസ്സഹായ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം കാര്യത്തെ മനസ്സിലാക്കുമെന്ന് അറിയത്തില്ല. കാരണം ഈ പെൺകുട്ടിയുടെ ഭർത്താവ് ലല്ലു എന്നാണ് തോന്നുന്ന പേര്, അദ്ദേഹം പല കാര്യങ്ങളും ഓപ്പണായിട്ടാണ് സംസാരിക്കുന്നത്. പല കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു ഷോക്ക് അടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒന്ന് ഞെട്ടിത്തെരിച്ചിരുന്ന് നിസ്സഹായായിട്ടിരിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞ ഈ പെൺകുട്ടിയോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. അവൾക്കുണ്ടായ ഒരു ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ അവൾ ആ ചൂസ് ചെയ്യുന്ന രീതി, റിയാക്ട് ചെയ്യാനും അവൾ സംസാരിക്കാനും അവളൊരു റിലേഷൻഷിപ്പിന് കൊടുക്കുന്ന വാല്യൂ ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു മനുഷ്യനെ റെസ്പെക്ട് തോന്നുന്ന രീതികൾ പലതാണ്. പല കാര്യങ്ങൾ ഓരോ മനുഷ്യനും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സവിശേഷതകളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ പെൺകുട്ടിയോട് തോന്നിയ ഒരു റെസ്പെക്ട്, ഒരു പ്രൗഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഒരു സെക്ഷൻ വന്നപ്പോഴത്തേക്കും ഇദ്ദേഹം പറയുന്നുണ്ട്, എക്സ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച രണ്ട് പേർ, ആ പേര് ഞാനിപ്പോൾ പറയുക എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ പേര് പറയുന്നുണ്ട്. അപ്പം കേട്ടോണ്ടിരിക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു രണ്ടാമത്തെ പേര് ഉറപ്പായിട്ടും ഹസ്മിനയുടേതായിരിക്കുമെന്ന്. ഹസ്മിനയും അങ്ങനെ തന്നെ ആയിരിക്കാം ചിന്തിച്ചത്, ചിലപ്പോൾ അല്ലായിരിക്കാം. രണ്ടാമത്തെ പേര് മറ്റൊരു പെൺകുട്ടിയുടെയാണ് പറയുന്നത്. പുള്ളിക്കാരൻ വളരെ ഓപ്പണായി സത്യസന്ധമായിട്ടാണ് പറയുന്നത്. പക്ഷേ പല സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളും ഇങ്ങനെ ഓപ്പണായിട്ട് പറയുമ്പോൾ ഇങ്ങനെ രണ്ടാമത്തെ പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയുടെ പേരാ പറയുന്നത്, ഹസ്മിന അതിലില്ല. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു മനോവിഷമം ഉണ്ടല്ലോ. അതായത് ഇദ്ദേഹം പറയുന്നു, ജീവിതത്തിൽ ആകെ ആത്മാർത്ഥമായി നോക്കിയിട്ടുള്ള രണ്ട് പെൺകുട്ടികൾ മറ്റ് രണ്ട് പെൺകുട്ടികളാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഭാര്യയാണ്. എത്രയൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഓപ്പണായി പറഞ്ഞു എന്നിരുന്നാലും ഏതൊരു ഭാര്യമാരാണെങ്കിലും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിലൊന്നാണ് ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് അക്സെപ്റ്റ് ചെയ്യുക, നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടാണ് കെട്ടിയത്. അതായത് ആദ്യത്തെ പേര് മറ്റൊരു പെൺകുട്ടിയുടേതാണെങ്കിൽ കുഴപ്പമില്ല, രണ്ടാമത്തെ പേര് ഈ പെൺകുട്ടിയുടേതായിരുന്നുവെങ്കിൽ വളരെ നന്നായിരുന്നു. കാരണം ഒരു വാക്കുകൊണ്ട് നമ്മൾക്കൊരു ആശ്വാസം കൊടുക്കാൻ ഒരാൾക്ക് പറ്റുകയാണെങ്കിൽ അതാണ് ഈ ലോകത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത്. ആ രണ്ട് പേരുകൾ അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫസ്മിനയുടെ മുഖത്തുണ്ടായ ഒരു മാറ്റം അത് തന്നെയാണ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നത്. കാരണം അത്രമാത്രം ഒരു
ഒരു സങ്കടം ആ പെൺകുട്ടിക്ക്. അത് ഏത് ഭാര്യമാരാണെങ്കിലും, ഇപ്പോൾ ഒരു ഭാര്യ അടുത്തിരുത്തിയിട്ട് ഒരു ഭർത്താവ് പറയാണ് ഞാൻ ശരിക്കും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച പെൺകുട്ടികൾ 2 പേരാണ്, അത് മറ്റു 2 പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഇത് ആത്മാർത്ഥതയില്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ വരും. അപ്പോൾ പബ്ലിക് അങ്ങനെ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എങ്കിലും ആ ഒരു ലവ് സ്റ്റോറി സെഗ്മെന്റിൽ ഉടനീളം ലല്ലു എന്ന് പറയുന്ന ഹസ്ബൻഡ് പറയാൻ ശ്രമിച്ചത് പുള്ളിക്കാരൻ ഒന്നും ചെയ്തിട്ടില്ല, ഫസ്മിനെയാണ് എല്ലാം ഇടിച്ചു കയറി പുള്ളിയെ സ്നേഹിച്ചതും വിവാഹം കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ചതും ഒക്കെ. ഒരു ലവ് സ്റ്റോറി സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിനെ എന്തൊക്കെയോ വിശ്വസിപ്പിക്കാൻ കഷ്ടപ്പെട്ട് ശ്രമിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ലവ് സ്റ്റോറി നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ പോർട്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. ചിലപ്പോൾ സത്യങ്ങൾ പല കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കാം, അത് എവിടെ ഹൈഡ് ചെയ്യണം, ഇപ്പോൾ കട്ട് ചെയ്യണം അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അത് ആ ഒരു രീതിയിൽ ഭംഗിയോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു കോംബോ ഉണ്ടല്ലോ അതിൽ പോലും ഒരു ഭംഗി തോന്നും. പക്ഷെ ആ ഒരു സെഗ്മെന്റിൽ കണ്ടത് മുഴുവൻ ഫസ്മിന ഇടിച്ചു കയറി സ്നേഹിക്കുന്നു, ഫസ്മിന പുഷ് ചെയ്യുന്നു സ്നേഹിക്കാൻ വേണ്ടിയിട്ട്. ഏതോ ഒരു ഘട്ടത്തിൽ ഇദ്ദേഹം എന്തോ പറയുന്നുണ്ട്, ഒരു വേർഡ് പറയുന്നുണ്ട്, കുറച്ച് ട്രിക്കി നമ്പേഴ്സ് ഇറക്കി ഇതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതൊന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്മിന കാറിൽ നിന്ന് ഉറക്കെ കരഞ്ഞു, എന്നെ ഇട്ടിട്ട് പോകരുത്, ഉപേക്ഷിക്കരുത് എന്നുള്ള കാര്യമൊക്കെ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഫസ്മിനെയാണ് എന്നെ സ്നേഹിക്കുന്നതെന്ന്. അങ്ങനെ പബ്ലിക്കിന് മുന്നിൽ അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും ആ പെൺകുട്ടിയുടെ ആദ്യത്തെ റിലേഷൻഷിപ്പ് എല്ലാവർക്കും അറിയാം, അത് ബ്രേക്കപ്പ് ആയതാണെന്ന് അറിയാം. അപ്പം എല്ലാവരുടെയും മുന്നിൽ നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കുക, അവളെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അവൾക്ക് തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, പെൺകുട്ടികളൊക്കെ ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ മനസ്സിലാക്കണം, ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയാൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടുക അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് റിക്കവർ ആകുക എന്നുള്ളൊരു പ്രോസസ്സ് നടക്കണമെങ്കിൽ ഒരു റീപ്ലേസ്മെന്റ് അവിടെ വേണമെന്നില്ല. അത് ഗ്രാജുവലി നിങ്ങൾക്ക് സംഭവിക്കും. കാലങ്ങൾ എടുത്തിട്ടായിരിക്കും, ചിലപ്പോൾ മാസങ്ങൾ വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും, പക്ഷെ കാത്തിരിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. പെട്ടെന്ന് ചാടിക്കയറി ഒരു ലൈഫ് പാർട്ട്ണറിനെ ചൂസ് ചെയ്തോ, പക്ഷെ ഒരു വിവാഹത്തിലേക്ക് എത്തണമോ വേണ്ടയോ എന്ന് നല്ല രീതിയിൽ, അതായത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് പൂർണ്ണമായും സ്നേഹമുണ്ടോ, നിങ്ങൾ ഇല്ലാതെ അദ്ദേഹത്തിന് പറ്റുന്നില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ മാത്രം അത് വിവാഹത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളൊരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യത്തെ റിലേഷൻ ബ്രേക്കപ്പ് ആകുന്നു, അതിൽ അവൾ തകരുന്നു, അതിൽ നിന്ന് പിടിച്ചു കയറാൻ അവൾ, അതായത് അതൊക്കെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നു. ഒരാളിങ്ങനെ കാത്തിരുന്നു എനിക്കൊരാളെ വേണം, അങ്ങനെയൊന്നും അല്ല. അത് ആത്മാർത്ഥമായി തന്നെ അവൾ സ്നേഹിക്കുന്നതാണ്. പക്ഷേ ആ ഒരു വ്യക്തിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ വ്യക്തി എന്നുള്ള കാര്യം പലയിടങ്ങളിലും മനസ്സിലാക്കിയിട്ടുണ്ടോ പെൺകുട്ടികൾ? ഒരു തകർച്ച വന്നു കഴിഞ്ഞാൽ പിന്നീട്, അതായത് ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു തകർച്ച വന്നു കഴിഞ്ഞാൽ അടുത്തൊരു തകർച്ചയിലേക്കായിരിക്കരുത് പോകുന്നത്, അടുത്തൊരു വിജയത്തിലേക്കായിരിക്കണം. അത് മനസ്സിലാക്കേണ്ട കാര്യം അത്യാവശ്യമാണ്. അപ്പോൾ ഇതൊരു നെഗറ്റീവ് റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല. ആ ഒരു സെഗ്മെന്റ് കണ്ടപ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള Q&A സെഗ്മെന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരാൾ പോസിറ്റീവായിട്ടുള്ള കാര്യം വിവാഹത്തെക്കുറിച്ച്, ഒരാൾ നെഗറ്റീവായിട്ടുള്ള കാര്യം ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വായി നോക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കുറെ കുറവുകൾ മാത്രം പറയുമ്പോൾ മനുഷ്യന്മാരല്ലേ, കേൾക്കുന്നവരുടെ ചെവിയിൽ കുറവുകൾ മാത്രമേ നെളിച്ച് നിൽക്കത്തുള്ളൂ. പോസിറ്റീവ്സ് എത്രമാത്രം അവർക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഒരു ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്രമായി നടക്കുക, സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്യുക മാക്സിമം. അതിനുശേഷം മാത്രം, ഒരു പാർട്ട്ണർ വേണ്ട എന്നൊന്നും ഒരിക്കലും പറയുന്നില്ല, പാർട്ട്ണർ വേണം, പങ്കാളി ആവശ്യമാണ് ഏതൊരു മനുഷ്യനും. അത് നല്ലൊരു ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. പക്ഷെ സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്യുക മാക്സിമം. ഇതൊരിക്കലും ഒരു നെഗറ്റീവ് റിയാക്ഷൻ ലോഗോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച്.